ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇന്ന് വീണ്ടും ഒരു വെഡിങ് കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ. ഇതും എനിക്ക് ക്രിസ്മസിൻ്റെ സമയത്ത് തന്നെ കിട്ടിയ ഓർഡറാണ് കേട്ടോ. അതാണ് സൈഡിലെ ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ച് വീണ്ടും ഒരു ക്രിസ്മസ് മൂഡിൽ തന്നെ. പിന്നെ എല്ലാ ഫ്രോസ്റ്റിംഗ് വീഡിയോയും അടുപ്പിച്ചടുപ്പിച്ച് കാണിക്കേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇടവിട്ട് കാണിക്കാമെന്ന് ഓർത്തത് കേട്ടോ. ഈ പ്രാവശ്യത്തെ കേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ജിപ്സം അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ബേബീസ് ബ്രത്ത് എന്നൊക്കെയാണ് ആ പൂവിന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുഞ്ഞു കുഞ്ഞു വെള്ളപ്പൂക്കൾ. സാധാരണ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യുമ്പം ഈ ഒരു ഫ്ലവർ വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഫ്ലവേഴ്സിൻ്റെ കൂട്ടത്തിൽ ഭംഗി കൂട്ടാനായിട്ട് കുറച്ചിത് വെക്കും എന്നുള്ളതേ ഉള്ളൂ. കാരണം ഈ ഫ്ലവറിന് ഒരിച്ചിരി വില കൂടുതലാണ് കേട്ടോ. പക്ഷേ ഒരു കേക്കിൽ ഈ പൂവ് മാത്രം വെച്ചിട്ട് ഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് നാളായി എനിക്ക് അങ്ങനെ ഒരു ഓർഡർ കിട്ടിയിട്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് എക്സൈറ്റ്മെൻറ്റ് കൂടുതലായിരുന്നു ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട്. സാധാരണ കുറച്ചായിട്ട് നിങ്ങളെ എപ്പോഴും ഞാൻ വെഡിങ് കേക്ക് കാണിക്കുന്നത് 3 tier കേക്കുകളായിരിക്കും അല്ലേ. ഇത് പക്ഷേ 2 tier കേക്ക് അവരൊക്കെ മതിയെന്ന് പറഞ്ഞു. അത് സാമ്പിൾ അങ്ങനെയാണ് അവർ കാണിച്ചത്. അപ്പോൾ താഴെ 10 ഇഞ്ചിൻ്റെ ഒരു ഡമ്മി വെച്ചിട്ട് അതിൻ്റെ മേലെ 8 ഇഞ്ചിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ട് അതിൻ്റെ മേലെ 6 ഇഞ്ച് മോഡലിൽ ചെയ്ത ഒരു വാനില സ്പോഞ്ച് കേക്കാണ് വെച്ചത്. സാധാരണ ഞാൻ ചെയ്യാറ് 10 ഇഞ്ച് ഡമ്മി ഏറ്റവും താഴെ, അതിൻ്റെ മേലെ 8 ഇഞ്ച് ഡമ്മി, അതിൻ്റെ മേലെ 8 ഇഞ്ച് കേക്ക് ബോർഡ്, അതിൻ്റെ മേലെ 5 ഇഞ്ച് മോൾഡിൽ ചെയ്ത വാനില സ്പോഞ്ച് കേക്കാണ് ഞാൻ സാധാരണ ചെയ്യാറ്. ഈ കേക്ക് ഫ്രോസ്റ്റിംഗ് വീഡിയോ ഞാൻ ഒരുപാടങ്ങ് വിശദമായിട്ട് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. കാരണം ഞാൻ എപ്പോഴും ചെയ്യുന്നതല്ലേ. എന്നാലും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഓരോ പ്രാവശ്യം ലെയർ ചെയ്യുന്നതൊന്ന് കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഈ പ്രാവശ്യം സാധാരണയെക്കാട്ടി കൂടുതൽ കുറച്ചുകൂടെ വലിയ കേക്കായിരുന്നു. അത് സർക്കംഫറൻസ് കൂടുതലായിരുന്നു, പിന്നെ ഹൈറ്റും ഒരിച്ചിരി കൂടുതലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ 3 കേക്കായിട്ട് ബേക്ക് ചെയ്തു. ഒരുമിച്ച് ബാറ്റർ എടുത്തിട്ട് 3ആയിട്ട് ബേക്ക് ചെയ്തിട്ട് ഓരോ കേക്കും 2ആയിട്ട് മുറിച്ച് അങ്ങനെ മൊത്തം 6 ലെയർ ഉണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ആ കേക്ക് ബോർഡിൻ്റെ മേലെ ആദ്യം വിപ്പിംഗ് ക്രീം ഒരിച്ചിരി നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലെയർ വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെയും വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തു, കുറച്ച് സ്ട്രോബെറി ക്രഷ് ഒഴിച്ചു. പിന്നെ സെക്കൻഡ് ലെയർ കേക്ക് വെച്ചു, പിന്നെയും വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്ട്രോബെറി ക്രഷ് ഒഴിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ ഏറ്റവും മുകളിലത്തെ ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞതാണ് കാണിക്കുന്നത് കേട്ടോ. കാരണം ഞാനിതെപ്പോഴും കാണിക്കുന്നതല്ലേ, അതുകൊണ്ടാണ്. പിന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ ആ ഒരു ഭാഗം മാത്രം ചെറുതായിട്ടൊന്ന് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ചെയ്യാതിരുന്ന ഒരു കാര്യം, കേക്ക് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വെറ്റ് ചെയ്തില്ല. സാധാരണ നിങ്ങൾക്കറിയാലോ, പാലിൽ പഞ്ചസാര കലക്കിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ പാലിൽ കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടെ കലക്കിയിട്ട് നമ്മുടെ കേക്ക് കുറേ കൂടി ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് ആ കേക്ക് ഒന്ന് നനച്ചു കൊടുക്കും. നമ്മൾ ഈ കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് ഒക്കെ സെറ്റ് ആവാനായിട്ട് കുറേ നേരം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമല്ലോ. അപ്പം ആ കേക്ക് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി കൂടെയാണ് നമ്മൾ ഈ പാലും പഞ്ചസാരയും കൂടെ കലർത്തിയ മിക്സ്ചർ ഇട്ട് അത് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുന്നത്. ഇപ്രാവശ്യം ഞാൻ പിന്നെ അങ്ങനെ ചെയ്യാതിരുന്നത് എന്താണെന്നറിയാമോ, ഒരു 15 കിലോമീറ്റർ കൂടുതൽ നമ്മൾ ഈ കേക്കുമായിട്ട് കൊടുക്കാൻ പോകണമായിരുന്നു. ടെക്നോ പാർക്കിൻ്റെ അടുത്തായിരുന്നു ഈ കേക്ക് ഡെലിവറി ചെയ്യേണ്ടത്, അൽസാജ് കൺവെൻഷൻ സെൻറ്ററിൽ. അതുകൊണ്ട് വെറ്റ് ചെയ്യുകയും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്ര ഡവലൊക്കെ കുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചെറിയൊരു ഗട്ടറിൽ വീഴുകയോ ഒന്ന് സഡൻ ബ്രേക്ക് ഇടുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം താഴത്തെ ലെയറിൽ നിന്ന് മുകളിലത്തെ ലെയർ തെന്നിപ്പോകാൻ ചാൻസാണ്. ഇപ്രാവശ്യം എനിക്ക് പരിണയ വെഡിങ്സിൽ നിന്ന് തന്നെയാണ് എനിക്ക് ഓർഡർ കിട്ടിയത് കേട്ടോ. അവർ കേക്കിന് ഒരു ഓഫ് വൈറ്റ് കളറും അതിൻ്റെ മേലെ ജിപ്സം ഫ്ലവേഴ്സും ആണ് പറഞ്ഞത്. അപ്പം ഓഫ് വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വിപ്പിംഗ് ക്രീമിനകത്ത് ഒരു ചെറിയൊരു ഡ്രോപ്പ് ലെമൺ യെല്ലോ കളറ് ചേർത്തിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് അതിൻ്റെ ആ ഒരു കളർ കിട്ടി. നിങ്ങൾക്കറിയാലോ, എപ്പോഴും പൈപ്പിംഗ് ബാഗിൽ വിപ്പിംഗ് ക്രീം ഫില്ല് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. അത് നല്ല ഒരു കട്ടിയിൽ കോട്ടിങ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ആ സ്ക്രേപ്പിംഗ് ബോർഡ് ഇട്ട് നന്നായിട്ടൊന്ന് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ ഒരു ആംഗിളിൽ പിടിച്ച് ഒന്ന് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ലെവലായി കിട്ടും. ഈ പ്രാവശ്യം അങ്ങനെ പ്ലെയിനായിട്ട് പറയാതെ അവരൊരു ഡിസൈൻ പറഞ്ഞിരുന്നു. അതിനുള്ള ബോർഡാണ് ഞാൻ കാണിച്ചത് കേട്ടോ. ആ ബോർഡിൻ്റെ ഒരു സൈഡിൽ സ്കാലപ്പിംഗ് പോലെ ഒരു ഡിസൈൻ ഉണ്ട്. ആ ബോർഡ് നല്ല ഒരു ആംഗിളിൽ പിടിച്ചു കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം നന്നായിട്ടൊന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് നല്ലൊരു ഡിസൈൻ വരും. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ എന്ത് പെട്ടെന്ന് ആ കേക്കിൻ്റെ മട്ടങ്ങ് മാറിയതല്ലേ. അത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലത്തെ ലെയറിലും ഇതുപോലെ തന്നെ ചെയ്യും. നന്നായിട്ട് നല്ല ഒരു കോട്ട് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബോർഡിട്ട് പിന്നെയും ഒന്ന് വലിക്കുമ്പോഴത്തേക്ക് അവിടെയും നല്ലൊരു ഡിസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഏറ്റവും അവസാനം ഫ്ലവേഴ്സ് വെക്കുന്നത്. അപ്പോഴേക്ക് ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ വീഡിയോയും
എൻ്റെ ഈ ചാനലുമൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരോടാണ് ഞാൻ പറയുന്നത്, എൻ്റെ ഈ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നല്ല നല്ല റെസിപ്പികളുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്തിട്ട് അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുമേ. ഇപ്പം നിങ്ങൾ ഈ കാണിച്ചല്ലോ, അതാണ് ജിപ്സം ഫ്ലവേഴ്സ്. പിന്നെ ഞാൻ കാണിച്ചത് വേറൊരു കാര്യം കൂടെയാണ്. അത് കുറേ ഫ്ലവേഴ്സ് ഇങ്ങനെ എടുത്തിട്ട് കൂട്ടി പിടിക്കുമ്പോഴേ ഒരു ഇച്ചിരി കട്ടിയായിട്ടുള്ള ഫ്ലവേഴ്സ് കിട്ടുകയുള്ളൂ നമുക്ക്. കാരണം ഇത് കുഞ്ഞു കുഞ്ഞു പൂക്കളല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് നമ്മുടെ ആവശ്യത്തിനെടുത്ത് കൂട്ടി പിടിച്ചിട്ട് ഓരോന്നിൻ്റെയും അടിയിൽ അലുമിനിയം ഫോയിലിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കേക്കിൻ്റെ താഴ്ഭാഗം ഡമ്മി ആണെന്നുണ്ടെങ്കിലും മുകളിൽ ശരിക്കുള്ള കേക്കല്ലേ. അപ്പം ആ ചെടിയുടെ തണ്ടിയിൽ നിന്നുള്ള എന്തെങ്കിലും നീരോ വല്ലതും വന്നിട്ട് നമ്മുടെ കേക്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവരുതല്ലോ. അതിനു വേണ്ടിയിട്ടാണ് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അങ്ങനെ കവർ ചെയ്യുന്നത്. ഇത് കല്യാണം കഴിഞ്ഞിട്ട് ഉള്ള റിസപ്ഷന് വേണ്ടിയിട്ടുള്ള കേക്കായിരുന്നേ. അതുകൊണ്ട് തന്നെ മിസ്റ്റർ ആൻഡ് മിസ്സസ് ടോപ്പർ വെക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഗോൾഡ് കളറിൽ ഒരു മിസ്റ്റർ ആൻഡ് മിസ്സസ് ടോപ്പറും വെച്ച് നമ്മുടെ കേക്ക് അങ്ങനെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഞാൻ ഇതൊരുപാട് നാൾ കൂടി ഈ ജിപ്സം ഫ്ലവേഴ്സ് മാത്രം വെച്ചിട്ട് കേക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. നിങ്ങൾക്കൊക്കെ ഈ കേക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ ഒരു പ്രത്യേകതയുള്ള ഒരു കേക്ക് ചെയ്തു കേട്ടോ. ഇതും ഒരു വെഡിങ് കേക്ക് തന്നെയാണ്. പക്ഷേ കളർ കോമ്പിനേഷൻ കേട്ടാൽ നിങ്ങളൊരിച്ചിട്ട് അതിശയിച്ചു പോവും. കറുത്ത കേക്ക്, ബ്ലാക്ക് കളറിലുള്ള കേക്കിൽ ഗോൾഡ് ഫ്ലവേഴ്സ് വെച്ചിട്ട് നല്ല ഷേലായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള കേക്കിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടതും ഞാൻ 2-3 പേരെ കാണിച്ചിട്ടും എൻ്റെ മോക്കും ഹസ്ബൻഡിനും ഒക്കെ ഇഷ്ടപ്പെട്ടത് ഈ കേക്കാണ്. ഇതാണ് പരണി വെഡിങ്സ്. പരണി വെഡിങ്സ് ആണ് എനിക്കിപ്പം ഈ കേക്കിൻ്റെ ഓർഡറുകളെല്ലാം തരുന്നത് കേട്ടോ. പരണി വെഡിങ്സ് അവിടെ ചെയ്തിരിക്കുന്ന അറേഞ്ച്മെൻറ്റ്സ് എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എപ്പോഴും ഞാൻ കാണുന്നത് കൊണ്ട് തന്നെ ഓരോന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇപ്രാവശ്യം വീണ്ടും എൻ്റെ ദൗർബല്യമായിട്ടുള്ള ക്യാൻഡിൽസാണ്. എന്ത് ഭംഗിയായിരിക്കുന്നു അല്ലേ. ആ 2 സൈഡിലും ആ പല ലെവലിലെ ക്യാൻഡിൽസൊക്കെ വെച്ചിട്ട് എന്ത് ശേലായിരിക്കുന്നു അല്ലേ കാണാനായിട്ട്. ശരിക്കും ഓരോ എൻഗേജ്മെൻറ്റിനും ഓരോ കല്യാണത്തിനായാലും കേക്ക് കൊടുക്കാൻ പോകുമ്പോൾ ശരിക്കും ഓരോ അനുഭവം തന്നെയാണ് കേട്ടോ. മറ്റേത് നമുക്ക് വല്ലപ്പോഴുമൊക്കെ അല്ലേ ഒരു കല്യാണത്തിൻ്റെ ഇങ്ങനെയുള്ള സെറ്റിങ്ങുകളൊക്കെ കാണാനും ഒക്കെ പറ്റുള്ളൂ. ഇപ്പോൾ ഈ കേക്കുമായിട്ട് പോകുമ്പോൾ ഞാൻ കേക്കൊക്കെ കൊണ്ടുവന്ന സ്ഥാനത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ എല്ലാം നടന്ന് കണ്ട് കാണുകയും ആസ്വദിക്കുകയും ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ ക്യാമറയിൽ അത് പകർത്തുകയും ചെയ്യും. പിന്നെ ഈ സ്റ്റേജിന് മുൻവശത്ത് കണ്ട ഒരു പ്രത്യേകതയാണ് ഇപ്പം കാണിക്കുന്നത്. അതിൻ്റെ ആ ഒരു ഫ്ലോറിങ് കണ്ടോ? അത് കട്ടിയുള്ള ഗ്ലാസ് ആണോ അതോ നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് ആണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ചിലപ്പോൾ ഫൈബറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. എന്തായിരുന്നാലും ഞാൻ അതിൻ്റെ മേലെ കയറി ഭാഗ്യപരീക്ഷണം ഒന്നും നടത്താൻ നിന്നില്ല കേട്ടോ. അവസാനം കേക്ക് കൊടുക്കാൻ പോയിട്ട് അതെല്ലാം കൂടെ തല്ലിപ്പൊട്ടിച്ചു എന്നുള്ള ചീത്തപ്പേരും കൂടെ ഉണ്ടാക്കി വെക്കേണ്ടല്ലോ എന്ന് ഓർത്തു. നമ്മുടെ കേക്ക് വെക്കാനുള്ള സ്റ്റാൻഡാണ് ഇനിയും കാണിക്കുന്നത് കേട്ടോ. ഈ കുട്ടികളെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേക്ക് വെക്കാനുള്ള സ്റ്റാൻഡാണ്. അങ്ങനെ ഒരു കേക്കും കൂടെ കേടുപാടൊന്നും ഇല്ലാതെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കഴിയുമ്പോഴാണ് ഒരു മനസ്സമാധാനമാവുന്നത് കേട്ടോ. ശരിക്കും കേക്ക് ഉണ്ടാക്കുന്നതല്ല പാട്, കേടുപാടൊന്നും ഇല്ലാതെ ആ കേക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്